ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ബീച്ച് ആകെ ശാന്തമായി കിടക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ബീച്ച് കാണാൻ ഇറങ്ങി. ന്യൂ ഇയർ ആയിട്ടും വെക്കേഷനായിട്ടൊക്കെ എങ്ങും പോയിട്ടുണ്ടായില്ല. എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെങ്കിൽ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ന്യൂ ഇയർ വന്നു പോയതിൻ്റെ ക്ഷീണത്തിലാണ് കടലമ്മ. എല്ലാവരും തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന കടൽ തീരം ഇപ്പം ആരുമില്ലാതെ ശാന്തമായി കിടക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇപ്പം. ഞങ്ങൾ പൊതുവെ എപ്പോഴും ഈ ബീച്ചിലാണ് കേട്ടോ പോകാറ്. മുനമ്പം അഴിമുഖമൊക്കെ കാണാൻ പറ്റും. പിന്നെ ചൂണ്ടയിടണതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാനുണ്ടാവും. ചെറായി ബീച്ചിൽ അത്രയും തിരക്കൊന്നും ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചീനവല ഉയർത്തണണ്ട. ചീനവല ഓരോ പ്രാവശ്യം ഉയർത്തുമ്പോഴും അത് ഇടുന്ന ആൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ഈ നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യവും ആ ചേട്ടനൊന്നും കിട്ടിയില്ല. ഇതിനകത്ത് ഒരു മീൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ബീച്ചിൽ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അപ്പുറം നിറയെ ആളുകളിൽ നിന്ന് ചൂണ്ടയിലും മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവനൂട്ടിനും കടലമ്മന് പേടിയാണ്. കടലിലോട്ട് ഇറങ്ങാനൊന്നും അവൻ കൂട്ടാക്കില്ല. പോകാൻ നേരമാകുമ്പോൾ ഒന്ന് കാല് നനച്ചിട്ട് ഞങ്ങൾ പോകും. അത് കാരണം ഞങ്ങൾ ആരും കടലിൽ അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ ഇപ്രാവശ്യം ചെന്നിട്ട് ആൾ നല്ല ഫോമിലാണ്. പടം പറിച്ചത് കടലമ്മ മാക്കുവോ ആണോ? എന്തെങ്കിലും എഴുതിയാലോ അപ്പോൾ വന്ന് മാച്ചോളയോ? നമുക്ക് നോക്കാം. ഇല്ല മാക്കൂല. അവനൂന് ഇഷ്ടമാണ് കണ്ട. എന്നാൽ അവന് പടം മാച്ചില്ല കടലമ്മ. ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം അവനൂട്ടൻ കടലിൽ ഇറങ്ങുന്നത്. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റാണ് പുള്ളിയുടെ മൊത്തം. അവനൂട്ടൻ ഇറങ്ങിയത് കാരണം കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഈ പ്രാവശ്യം കടലിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും കടലിൽ കുറച്ച് നേരം ഇറങ്ങിയൊക്കെ നടന്ന് നല്ല ഓടിക്കളിക്കുകയൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു ഈ പ്രാവശ്യം. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും കാലൊന്നും നനക്കാറുണ്ട്. ഈ പ്രാവശ്യം പക്ഷേ കുറച്ച് നേരമൊക്കെ അവനൂട്ടൻ നൂലൊളിക്കാത്തത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല. കടലിൽ ചെന്നാൽ കടലിലൊന്ന് ഇറങ്ങണം. കാരണം ആ ഉപ്പുവെള്ളം നമ്മുടെ ത്വക്കിലെ പല അസുഖങ്ങളും മാറ്റിത്തരും. നമ്മൾ ശ്രദ്ധിക്കാതെ പോകണ ഏറ്റവും വലിയ കാര്യമുണ്ട്. പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. ഈ കടലിൻ്റെ ഏരിയയിലുള്ളവരും പിന്നെ അന്യദേശത്തു നിന്ന് വരുന്നവരൊക്കെ കണ്ടിട്ടില്ലേ കടലിൽ അവർ കുളിക്കുകയൊക്കെ ചെയ്യണത്. കാരണം അവർക്കറിയാം കടൽ വെള്ളത്തിൻ്റെയൊക്കെ ഗുണം. നമ്മൾ നാട്ടിലെ പുറത്ത് നിൽക്കണതിനെ കൊണ്ട് നമ്മൾ അതിനകത്തൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലേ. പക്ഷെ ഞങ്ങളെപ്പോലൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല കേട്ടോ. മിക്കവരും കടലിൽ കിടന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പൊതുവെ അങ്ങനെ കടലിൽ അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷേ ഈ പ്രാവശ്യം അവനൂട്ടൻ ഫോമായതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ കടലിൽ ചിലവഴിച്ചിട്ടാണ് തിരിച്ചത്. ഇവിടെ വരെയൊന്നും വരൂല. ഞങ്ങൾ കുറച്ച് വൈകിയാണ് പോയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ടായി. അല്ലെങ്കിലും കടലിനെയും ആനനെയൊക്കെ നോക്കിയിരുന്ന ആ സമയം പോണത് അറിയില്ലല്ലോ. ഇങ്ങനെ രാത്രിയായി. ഞങ്ങൾ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സ്ട്രീറ്റിൽ കാണുന്ന ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ലൈറ്റുകളൊക്കെ കാറ്റാടി ബീച്ചിലൊക്കെ ഉള്ള ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ടാക്കിയിരുന്നെന്ന്. ഇന്ന് ന്യൂ ഇയർ കഴിഞ്ഞല്ല. ഞങ്ങളെങ്കിൽ ചെറായിന്ന് കഴിക്കണ്ട, നമുക്കൊരിടത്ത് മാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഞങ്ങളെ പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് മാള ഭാഗത്താണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുഴകളാണ്. നടുക്കൂട്ടുള്ള വഴി കൂടി നമ്മൾ നടന്ന് ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഒരു വെള്ളത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരു ഹൗസ് ബോട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഭയങ്കര ആട്ടമാണ്. അത് കാരണം കൊണ്ട് അവനൂട്ടനൊക്കെ മന്നിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ വെള്ളത്തിനകത്താണ് ഇത് പണിതാക്കണത്. ഇപ്പോൾ ഭയങ്കര ആട്ടമാണ് ഇതിനകത്ത്. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങളങ്ങനെ ഇവിടെ നിന്നിട്ട് മാറി. അവനൂട്ടിനൊന്നും ഒട്ടും പറ്റണില്ല ഇതിലാട്ടം കാരണം കൊണ്ടേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ പുറത്തും ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും.
അപ്പം ഞങ്ങളെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാനിരുന്ന്. ഇവിടെ വരുമ്പോൾ നമ്മൾ 150 രൂപ എൻട്രി ഫീസ് അടച്ചിട്ടാണ് അകത്തോട്ട് കയറുന്നത്. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എടുക്കണ്ട. ഇതാ കാണുന്ന സംഭവത്തിലാണ് ഞങ്ങൾ ഇത്ര നേരം ഇരുന്നത്. അതിനകത്ത് ഭയങ്കര ആട്ടോയായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയിരുന്ന്. പിന്നെ അകത്തൊക്കെ നല്ല രസമാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുഴയും കായലുകളൊക്കെയാണ്. പകൽ വന്നെങ്കിൽ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. രാത്രി ആയ കാരണം കൊണ്ടൊന്നും കാണാനൊന്നും പറ്റണില്ല. പിന്നെ ഫുഡൊക്കെ നല്ലതാണ്. കുഞ്ഞുങ്ങളെ പാരൻസ് തന്നെ ശ്രദ്ധിക്കണമെന്ന് അവർ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നവനൂട്ടൻ നമ്മുടെ വിജയുടെ സ്റ്റൈലിലൊക്കെ നടക്കി. അവനോട് ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണേ. എന്തെങ്കിലും പകൽ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.